വലതുകോട്ടയെന്ന് UDF അവകാശപ്പെടുന്ന എറണാകുളം ഇക്കുറി ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വികസനം ചർച്ചയായ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മണ്ഡലത്തിന്റെ പരമ്പരാഗത വലതാഭിമുഖ്യത്തിലാണ് UDFന്റെ ഉറപ്പ്. പ്രചരണത്തിന്റെ തുടക്കത്തിൽ UDF ഏകപക്ഷീയമായ വിജയമുറപ്പിച്ച മണ്ഡലമായിരുന്നു എറണാകുളം. എന്നാൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ചിത്രം മാറുന്നതാണ് കണ്ടത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ഇടതുമുന്നണി കളം പിടിച്ചു. അമ്പരപ്പിക്കുന്ന വേഗത്തിലായിരുന്നു KJ ഷൈൻ ടീച്ചർ എന്ന വനിതാ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടിയത്. ഇതടക്കം അട്ടിമറി വിജയം സമ്മാനിക്കാവുന്ന ചില അടിയൊഴുക്കുകൾ എറണാകുളത്തെ ഇടത് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരമ്പരാഗത ഇടതു വോട്ടുകൾക്കൊപ്പം KJ ഷൈൻ ടീച്ചറുടെ വ്യക്തിബന്ധങ്ങൾ വഴി ലഭിക്കുന്ന അധിക വോട്ടുകളും കൂട്ടിച്ചേർക്കുന്ന കണക്കിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വികസനം ചർച്ചയാക്കാനായതുവഴി തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാനും LDFനായി. മെട്രോ നഗരത്തിനായി പിണറായി സർക്കാർ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ജനസമക്ഷം വിശദീകരിക്കാനായതും തുണയ്ക്കും. അങ്ങനെ സമ്പന്ന മധ്യവർഗ വോട്ടുകളിൽ മുൻപില്ലാത്ത സ്വാധീനം ചെലുത്താനായി എന്നാണ് LDFൻ്റെ കണക്ക്. എന്നാൽ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ് UDF ഇടത് അവകാശവാദത്തിന് നൽകുന്ന മറുപടി. കഴിഞ്ഞ തവണ ലഭിച്ച 1,60,000-ത്തിലധികം ഭൂരിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വലത് ക്യാമ്പ്. ഫലം വരാനുള്ള അവസാന മണിക്കൂറിലെ കാത്തിരിപ്പിലും ഈ ആത്മവിശ്വാസത്തിന് കുറവില്ല. സ്ഥാനാർത്ഥിയുടെ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യം, സാമുദായിക ബന്ധം, BJP ക്യാമ്പിലുണ്ടായ വിള്ളലുകൾ, അങ്ങനെ മറ്റു ചില ഘടകങ്ങൾ കൂടി UDF അനുകൂലമായി കരുതുന്നുണ്ട്. രണ്ടു കൂട്ടരുടെയും അവകാശവാദങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചേക്കാവുന്ന അലയൊലികളാവും എറണാകുളത്ത് വിധി നിർണ്ണയിക്കുക എന്നുറപ്പാണ്. സാലി മുഹമ്മദ്, കൊച്ചി.